നടന്മാർക്ക് മാത്രമേ സിനിമകൾ വിജയിപ്പിച്ച് ബോക്സ് ഓഫീസിൽ കോടികൾ നേടാനാവൂ എന്നൊരു കിംവദന്തി ഉണ്ടായിരുന്നു. എന്നാൽ അത് വെറും പഴമൊഴി മാത്രമാക്കി മാറ്റിയിരിക്കുകയാണ് ഇന്നത്തെ യുവതലമുറ. കാലങ്ങളായി താരനിരയിൽ മുന്നിലുള്ള അതികായന്മാർക്ക് മാത്രം സാധിക്കൂ എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ വളരെ കുറച്ച് പടങ്ങൾ കൊണ്ടാണ് യുവതാരങ്ങൾ നേടിയെടുക്കുന്നത്. യുവതാരങ്ങൾ നായക നിരയിലേക്ക് വരുമ്പോൾ പലർക്കും അത് ദഹിക്കാൻ കുറച്ച് പാടായിരിക്കും. വന്ന് വിജയിച്ചാലും ആ വിജയം ബാക്കി വരുന്ന മിക്ക പടങ്ങളിലും കിട്ടാറുമില്ല. എന്നാൽ അടുത്ത കാലത്തായി വന്ന് ഇൻഡസ്ട്രിയെ കോടിപതിയാക്കിയ ചില യുവതാരങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിലെ ഫ്രാങ്കിയായി മലയാള സിനിമയിലേക്ക് വന്ന യുവനടനാണ് മാത്യു തോമസ്. ചിത്രം ഏറ്റെടുക്കുന്നതിനൊപ്പം ആ നടനെയും മലയാളികൾ അങ്ങ് ഏറ്റെടുത്തു. പിന്നീട് +2 പ്രണയത്തിന്റെ കഥ പറഞ്ഞ തണ്ണീർമത്തൻ ദിനങ്ങളിലൂടെ വന്നു പ്രണയ നായകനായി. 45 കോടിക്കടുത്താണ് ആ ചിത്രം നേടിയത്. 5-ാം പാതിരയിലെ താരത്തിന്റെ വേഷവും പ്രകടനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നീട് ഓപ്പറേഷൻ ജാവ, 1, ജോ ആൻഡ് ജോ, പ്രകാശൻ പരക്കട്ടെ, ക്രിസ്റ്റി, നെയ്മർ തുടങ്ങി പിന്നീട് അങ്ങോട്ട് നിരവധി ചിത്രങ്ങൾ. എന്നാൽ തെന്നിന്ത്യയൊട്ടാകെ ഇളക്കിമറിച്ച ലിയോയിലെ മാത്യുവിന്റെ വേഷം താരത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. വെറും 15 ദിവസങ്ങൾ കൊണ്ടാണ് ലിയോ 550 കോടിക്കടുത്ത് വേൾഡ് ബോക്സ് ഓഫീസിൽ നേടിയത്. പിന്നീട് താരത്തിന്റെ ഗസ്റ്റ് അപ്പിയറൻസ് പോലും തിയേറ്ററുകളിൽ വൻ കയ്യടിയാണ് നേടുന്നത്. തിയേറ്ററുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് നസ്ലിൻ. സംഭവം നമ്മൾ ആദ്യം നസ്ലിനെ കണ്ടത് തണ്ണീർമത്തൻ ദിനങ്ങളിലെ മെൽവിൻ ആയിട്ടാണെങ്കിലും നസ്ലിൻ ആദ്യം മുഖം കാണിച്ച ചിത്രം മമ്മൂക്കയുടെ മധുരരാജയായിരുന്നു. പക്ഷെ തണ്ണീർമത്തനിലെ മെൽവിൻ അങ്ങട് കത്തിക്കയറി. എന്നാൽ ആ മെൽവിൻ ആയിരുന്നില്ല പിന്നീട് വന്ന കുരുതിയിൽ നമ്മൾ കണ്ടത്. തികച്ചും അഭിനയ പ്രാധാന്യമുള്ള റസൂൽ എന്ന കഥാപാത്രമായി വന്ന് നമ്മളെ ഞെട്ടിച്ചു. പിന്നീട് ഹോം, കേശു ഈ വീടിന്റെ നാഥൻ, സൂപ്പർ ശരണ്യ, മകൾ, ജോ ആൻഡ് ജോ, നെയ്മർ, ജേർണി ഓഫ് ലവ്, അങ്ങനെ നിരവധി ചിത്രങ്ങൾ. ഇപ്പോൾ നസ്ലിൻ നായകനായ പ്രേമലു ദിനം പ്രതി കോടികളാണ് ബോക്സ് ഓഫീസിൽ വാരുന്നത്. കൊമേഴ്ഷ്യൽ താരമായിരിക്കുമ്പോൾ തന്നെ അസാധ്യ റേഞ്ചുള്ള നായകനായി മാറുക എന്നത് എല്ലാവർക്കും നടക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ നസ്ലിൻ അത് നേടിയെടുത്തു. ഇനിയുമുണ്ട് ഇറങ്ങാനിരിക്കുന്ന നസ്ലിൻ സിനിമകൾ. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാറിനൊപ്പം ആദ്യ സിനിമയിൽ തന്നെ മത്സരിച്ചഭിനയിച്ച് പ്രേക്ഷക ശ്രദ്ധ നേടിയ താരമാണ് അനശ്വര. പിന്നീട് തണ്ണീർമത്തൻ ദിനങ്ങളിൽ നായികയായി മലയാളികൾക്ക് മുന്നിലെത്തി. അന്ന് അനശ്വര മാത്യു കോംബോ ഏറെ ആഘോഷിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം തമിഴിലും ഹിന്ദിയിലും ശ്രദ്ധേയ ചിത്രങ്ങൾ ചെയ്തു. സൂപ്പർ ശരണ്യയിലൂടെ വീണ്ടും ഹിറ്റ് സൃഷ്ടിച്ചു. പിന്നീട് പ്രണയവിലാസത്തിലെ അനുശ്രീയായും വന്നു. എന്നാൽ അടുത്ത കാലത്തെത്തിയ 2 ചിത്രങ്ങൾ അനശ്വരയുണ്ടെങ്കിൽ വിജയം ഉറപ്പ് എന്ന തലത്തിലേക്ക് സിനിമാ പ്രവർത്തകർ ചിന്തിച്ചു തുടങ്ങാൻ കാരണമായി. നേരിലെ സാറയായി അസാധ്യ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. നേര് കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകനും പറയാനുണ്ടായിരുന്നത് അനശ്വരയുടെ സാറയെ കുറിച്ചായിരുന്നു. ചിത്രം 100 കോടി ക്ലബിൽ കയറുകയും ചെയ്തു. പിന്നീട് ഓസ്ലറിലൂടെ 90കളിലെ പ്രണയ നായികയായി എത്തി കോടികൾ വാരി. ഒരേ സമയം മികച്ച അഭിനേത്രിയും ബിസിനസ് മൂല്യവുമുള്ള താരവുമായി മാറിയിരിക്കുകയാണ് അനശ്വര ഇപ്പോൾ. നസ്ലിനൊപ്പം പ്രേമലുവിൽ താരമായ മമിതയെ കുറിച്ചാണ്. സർവോപരി പാലാക്കാരൻ എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് എത്തി. ചെറുതും വലുതുമായ പല വേഷങ്ങളും ചെയ്തു. എന്നാൽ കളർപ്പടം എന്ന ഷോർട്ട് ഫിലിമാണ് താരത്തിന് പ്രേക്ഷക ശ്രദ്ധ നേടിക്കൊടുത്തതെന്ന് പറയാം. പിന്നീട് കോക്കോ എന്ന ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി. പക്ഷേ സൂപ്പർ ശരണ്യയിലെ സോനാരെ എന്ന കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ യുവത്വത്തിനിടയിൽ തരംഗമായി മാറുകയായിരുന്നു. ശരണ്യയേക്കാൾ പ്രേക്ഷകർ ഏറ്റെടുത്തത് സോനാരെയായിരുന്നു. പിന്നീട് പ്രണയവിലാസം, രാമചന്ദ്ര ബോസ് ആൻഡ് കോ, അവസാനം പ്രേമലു പക്ഷെ മമിതയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതി. കോമഡിയും പ്രണയവും ഇമോഷൻസുമെല്ലാം വളരെ മനോഹരമായി കൈകാര്യം ചെയ്ത മമിതയെ പ്രേക്ഷകരും ബോക്സ് ഓഫീസും നെഞ്ചിലേറ്റി. ചിത്രം ഇപ്പോൾ കോടികളുമായി മുന്നേറുകയാണ്. മിക്ക സിനിമകളുടെയും ബിസിനസ് നായികനായകന്മാരുടെ പ്രായം, താരമൂല്യം, അനുഭവ സമ്പത്ത് ഇതൊക്കെ വെച്ചായിരുന്നു അളന്നിരുന്നത്. എന്നാൽ ആ പരമ്പരാഗത രീതി തിരുത്തിക്കുറിക്കുകയാണ് പുതുതലമുറ. ശരിക്കും പറഞ്ഞാൽ യുവതാരനിര മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിക്കുറിക്കുകയാണ് എന്ന് പറയാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.